കലോത്സവം രണ്ടാം നാലിലെത്തുമ്പോഴും കലവറ സജീവമാണ്. കലവറയ്ക്ക് ഉറക്കമില്ല. കാരണം രാത്രിയായാലും പകലായാലും മുഴുവൻ സമയവും കലവറ ഉണർന്നിരിക്കുകയാണ്. രാത്രിയായാലും പിറ്റേ ദിവസത്തേക്ക് ഒരുക്കുന്നതിനുള്ള പണികളുണ്ട്. ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ എല്ലാ സമയവും ഇവിടെ നിന്നാണ് ഭക്ഷണം. ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ടാം ദിനത്തിലും ഇവിടെ നിന്ന് തന്നെ. എങ്ങനെയുണ്ട് പൊതുവിൽ കലവറ? കലവറ വളരെ സൂപ്പറാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. വളരെ രുചികരമായ ഭക്ഷണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പഴയുടെ മോഹനൻ നമ്പൂതിരിയുടെ ഭക്ഷണം, അത് കഴിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത് ശരിക്കും ഞങ്ങൾ ഒപ്പമാണ് കഴിച്ചത്. ശരിക്കും ഒരു കല്യാണ സദ്യയിലേത് പോലെയായിരുന്നു രണ്ടാം ദിനത്തിൽ. അതൊരു ഈ അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഇന്നലെ തന്നെ 15,000-ഓളം പേര് കഴിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ രുചിയുള്ള ഭക്ഷണം. അതുമാത്രമല്ല, ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിച്ചത് വോളണ്ടിയേഴ്സായിട്ട് SBC സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സ്കൗട്ട്സ്, ഗൈഡ്സ്, അങ്ങനത്തെ കുട്ടികളാണ് വോളണ്ടിയേഴ്സായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരെന്ന് പറയുന്നത് അവർ കലോത്സവ വേദികളിൽ വന്ന് മത്സരങ്ങൾ അത് വിളമ്പുന്നതിൽ മാത്രമല്ല, തൃശ്ശൂരിൻ്റെ ആതിഥേയ മര്യാദ അത് ഭക്ഷണത്തിലും ആ വിളമ്പുന്ന സ്നേഹത്തിലും എല്ലാം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ കൊച്ചുകുട്ടികൾ പരിപാടികളിൽ പങ്കെടുക്കാതെ കണ്ട്, അത് കാണാൻ പോലും പറ്റാതെ കണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണം സ്നേഹപൂർവ്വം വിളമ്പിത്തരുന്നു. ആ കുട്ടികളെ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും അവരെ വിസ്മരിച്ചുകൊണ്ട് ഈ കലവറയും ഈ ഭക്ഷണവും ഒരിക്കലും പൂർണ്ണമാവുകയില്ല. നമുക്ക് ശരിക്കും ആ ഭക്ഷണം കഴിക്കുന്ന ഇടത്തിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കൊപ്പം തന്നെ ഈ കലോത്സവത്തിന് സുരക്ഷ ഒരുക്കുന്നവർ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിധികർത്താക്കൾ, ഇവർക്കെല്ലാമുള്ള ഭക്ഷണം ഇടതടവില്ലാതെ നൽകണം. എല്ലാവരും കൃത്യമായി തന്നെ അത് നൽകുന്നുള്ള സംവിധാനവും അത് വിളമ്പുന്നതിനുള്ള സംവിധാനവും എല്ലാം ഉണ്ട്. വിഭവസമൃദ്ധമായ സദ്യ തന്നെ പറയേണ്ടി വരും. ഓരോരുത്തർക്ക് അഭിപ്രായം ഉണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സൂപ്പറായിരുന്നു. എല്ലാ സമയം ഇവിടെ തന്നെയാണ് കഴിക്കുന്നത്? ഇന്ന് മാത്രമാണ്. ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ പലർക്കും വരാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും കലോത്സവത്തിലെ ഈ ഭക്ഷണം മിസ് ചെയ്യരുത് എന്നാണ് പ്രത്യേകം പറയാനുള്ളത്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല ഭക്ഷണമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ ആഷിഖിനോട് ചോദിക്കാം. ആ ദൃശ്യങ്ങളിലേക്കും തിരിഞ്ഞാൽ ഓരോ സമയവും ആയിരങ്ങളാണ് ഓരോ സമയവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കലവറയ്ക്ക് വിശ്രമമില്ല. അത് പകലായാലും രാത്രിയായാലും ഈ ഭക്ഷണം കൊടുക്കുക എന്നാൽ പറഞ്ഞാൽ പോലും അത് വളരെ ശ്രമകരമാണ്. വിളമ്പുക എന്ന് പറഞ്ഞാൽ ഈ അധ്യാപക സംഘടനകളാണ് അല്ലേ ടീച്ചർ? അധ്യാപക സംഘടനകളല്ലേ? ഒരു മടിയും കൂടാതെ ഇടതടവില്ലാതെ ഭക്ഷണം വിളമ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര സമയം വേണ്ടി വരും? നല്ല സമയം വേണ്ടി വരും. ഉച്ച സമയത്തുള്ള ഭക്ഷണം എപ്പോഴാണ് വിളമ്പി തുടങ്ങുന്നത്? അതൊരു 12 മണി 11:30 തുടങ്ങിയിട്ട് 3:30-4 മണി. അതെ. അവർ പറയുന്നത് അതൊരു ക്ഷീണമേ അല്ല. ഈ കലോത്സവത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഉത്സവത്തിന്റെ ഭാഗമാവുക എന്ന് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. ഇടവേളകളില്ലാതെ ഊട്ടുപുര, പശ്ചാത്തലത്തിൽ സംഗീതവുമുണ്ട്. ഉത്സവാന്തരീക്ഷത്തിൽ തന്നെ കലവറ, ഊട്ടുപുര മുന്നോട്ട് പോകുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ.